1987 പോട്ട ദൈവവചന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് സമാരംഭിച്ചപ്പോൾ നമുക്ക് നൽകിയ സന്ദേശം, നിങ്ങൾക്ക് ഏതേത് ദുഃഖങ്ങളോ തകർച്ചകളോ പരാജയങ്ങളോ ബലഹീനതകളോ ഉണ്ടെങ്കിലും അസ്വസ്ഥപ്പെടാതെ അപലാതിപ്പെടാതെ ഈ സഹനങ്ങൾ ദൈവകരങ്ങളിലൊന്ന് വിശ്വാസത്തോടെ സ്വീകരിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വ്യക്തമായിട്ടൊരു ബോധ്യം നൽകി. പ്രിയപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പലച്ചനിലൂടെയും പനക്കലച്ചനിലൂടെയും ഒക്കെ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലമാണ്. 80കളുടെ മധ്യത്തിൽ വളരെ ശക്തമായിട്ട് കത്തിപ്പടർന്ന ഒരു അഗ്നി, വീശിയ വലിയൊരു കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിന്റെ കഥ കേട്ട് പടർന്ന് രക്ഷ തേടി എത്തി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച എണ്ണിയാ തീരാത്ത ജനത്തിന്റെ കഥ പറയുന്ന ഒരാലയത്തിലാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുന്ന വൈദികരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്കറിയാം, ഈ മണ്ണിനും അന്തരീക്ഷത്തിനും ഒരു വലിയൊരു അഭിഷേകമുണ്ട്. ജീവിതത്തിന്റെ പലതും നഷ്ടപ്പെട്ടു പോയിട്ട്, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയിട്ട്, പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയിട്ട് ഈ ആലയത്തിൽ വന്ന് തമ്പുരാന്റെ സന്നദ്ധിയിലിരുന്ന് ജീവിതത്തെ കരുപ്പിടിപ്പിച്ച ഒരുപാട് പേരുടെ ചരിത്രമുണ്ട്. പറയുള്ളവരെ, ഈ ശുശ്രൂഷകൾക്ക് ഈ മണ്ണിലൊന്ന് കാല് ചവിട്ടണമെന്ന് ഇവിടെ വന്നൊന്ന് സ്തുതിക്കണം. എന്താ ഇതിന് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത? ഇവിടെ 24 മണിക്കൂർ ഉയരുന്ന ഈ സ്തുതിഗീതങ്ങൾ, നീണ്ട മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഈ ആലയത്തിൽ വന്ന് മുട്ടുകുത്തി തന്റെ ജീവിതത്തെ സമർപ്പിച്ചിട്ട് പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, ഈ സ്ഥലം, ഈ അന്തരീക്ഷം, ഇത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മണ്ണാണ്. വൈദ്യശാസ്ത്രം പിടിവിട്ടിട്ട് ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ, ആരോഗ്യം നശിച്ച് മരണത്തിന്റെ നിഴലിൽ കഴിഞ്ഞിട്ട് ആരോ പറഞ്ഞത് കേട്ട് ഈ ആശ്രമത്തിന്റെ പടി കയറി കരയുന്ന കണ്ണുകളും മിങ്ങിപ്പൊട്ടുന്ന ചങ്കുമായിട്ട് വന്നു കയറി ഉള്ളു തുറന്ന് ദൈവത്തെ വിളിച്ച് ദൈവം അത്ഭുതകരമായിട്ട് ഇറങ്ങി വന്ന് തൊട്ടു സുഖപ്പെടുത്തിയ കുറെ ഏറെ പേരുടെ കഥ പറയാനുണ്ട് ഈ ആലയത്തിന്. അപ്പൊ അവരുടെ ഉള്ളില് ഈ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് ഈ ആലയത്തിൽ ഉയരുന്ന പ്രാർത്ഥനകൾ, എന്റെ ദൈവമേ, ആ ആശ്രമം ദൈവം ഒരുക്കിയ മണ്ണ്, ഈ മണ്ണിൽ നിന്നൊഴുകുന്ന അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുകണമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. കിടപ്പേടം പോലും നഷ്ടപ്പെട്ടിട്ട് ജപ്തിയുടെ നോട്ടീസും പിടിച്ചുകൊണ്ട് കണ്ണീരോടെ ഈ ആശ്രമത്തിന്റെ പടി കയറി വന്നിട്ട് ദൈവത്തിന്റെ വചനം കേട്ട, വചനം നൽകിയ പ്രത്യാശയിലെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ പരിശ്രമിച്ച് ഇന്ന് ദൈവത്തിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുന്ന കുറെ ഏറെ പേരുടെ കണക്ക് പറയാനുണ്ട് ഈ ആശ്രമത്തിന്. ഇത് ബലിയർപ്പിക്കപ്പെടാനുള്ള, നിന്റെ പ്രാർത്ഥനകൾ ഉയരാനുള്ള ഒരു സ്ഥലമായി നിന്നെ തെരഞ്ഞെടുത്ത് ഈ ആലയത്തിൽ, പോട്ടാശ്രമത്തിൽ കൊണ്ടുവന്നിരിക്കുക. കർത്താവ് പറയും, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഈ കേരളത്തിൽ ആത്മായ ശുശ്രൂഷ ഇത്ര ശക്തമായിട്ട് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് കർത്താവ് ഈ ആലയത്തെ ഉപയോഗപ്പെടുത്തി. എത്രയോ പേരാ ഈ ആശ്രമത്തിൽ നിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകരായിട്ട് മാറിയത്. അതിൽ ആ മാറിയ ശുശ്രൂഷകരിൽ നല്ലൊരു ശതമാനം പേർക്ക് പറയാനായിട്ട് അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ചില സംഭവങ്ങളുണ്ട്. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇപ്രകാരം ഒരു സ്ഥലം ഒരുക്കി തന്ന അങ്ങേക്ക് നന്ദി. ഈ പോട്ടാശ്രമത്തെ ഓർത്തുകൊണ്ട് നന്ദി. ഈ ആലയം ഈ സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി നിമിത്തമായിരുന്ന അനേക വൈദികർ, അനേകം ആത്മായ ശുശ്രൂഷകർ, കർത്താവെ, നന്ദിപൂർവ്വം ഓർക്കുന്നു. വർഷങ്ങളായിട്ട് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന അനേകായിരക്കണക്കിന് ദൈവജനം, കർത്താവെ, അങ്ങയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ മണ്ണിൽ ഇന്നോളം ചൊരിഞ്ഞല്ലോ. ഈ കൃപകൾ ഇനിയും വർഷിക്കണമേ. ഈ ക്രൂശിത രൂപത്തിന്റെ തൊട്ടടിയിൽ ഒരു വചനം എഴുതി വെക്കാമെങ്കിൽ അത് ഈ വചനമായിരിക്കും. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് ഉള്ള പരിഹാര ബലി.